അതീവ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ത്രിപുരസുന്ദരി ദേവിയുടെ പ്രീതിക്കായി ചെയ്യുന്ന ത്രിപുരസുന്ദരി ഹോമത്തിനെക്കുറിച്ച് നമുക്ക് ഈ വാരം അടുത്തറിയാം. കർമ്മമേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി, ബിസിനസ്സിൽ ഉന്നത നിലയിലുള്ളതായിരിക്കുന്ന വരുമാനം സിദ്ധിക്കുവാൻ വേണ്ടി, സമൂഹത്തിൽ അംഗീകാരങ്ങളും ജനബഹുമാന്യതയും ഉണ്ടാകുവാൻ വേണ്ടി, അകൽച്ചയിൽ കഴിയുന്നതായിരിക്കുന്ന ആളുകൾ പോലും തിരികെ യോജിപ്പായി വരുവാനും വേണ്ടിയൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കുന്ന ത്രിപുരസുന്ദരി ഹോമം നല്ലതുപോലെ ആകർഷണ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തിലുള്ളതായിരിക്കുന്ന വ്യക്തികളും തങ്ങളുടെ ആകർഷണത്വം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ത്രിപുരസുന്ദരി ഹോമം നടത്താറ് പതിവുണ്ട്. ത്രിപുര എന്നുള്ളതായിരിക്കുന്ന പദത്തിന് ത്രിമൂർത്തികളിൽ നിന്നും പുരാതനയായവൾ എന്നും അർത്ഥം പറയാം. ത്രിപുരങ്ങളിൽ വസിക്കുന്നവൾ എന്നും അർത്ഥമാക്കാം. മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവയാണ് ദേവിയുടെ 3 പുരങ്ങൾ. മനോബുദ്ധിസ്തദാചിത്തം പുരാത്രയമുദാഹൃതം തത്ര തത്ര വസത്യേഷ തസ്മാത്തു ത്രിപുരാമത എന്നാണ് പ്രമാണം. ഇതുകൂടാതെ 3 മൂർത്തികൾ, 3 അഗ്നികൾ, 3 ശക്തികൾ, 3 ലോകങ്ങൾ തുടങ്ങി എവിടെയൊക്കെ 3 എന്നുള്ളതായിരിക്കുന്ന നിയമവിഭാഗം കാണുന്നുവോ അവിടെയെല്ലാം തന്നെ ത്രിത്വത്തോടു കൂടിയ ത്രിപുര രൂപങ്ങളുണ്ട് എന്ന് ലഘുസ്തവം സിദ്ധാന്തിക്കുന്നു. ത്രിപുരങ്ങളുള്ളതായിരിക്കുന്ന ശിവന്റെ സുന്ദരി എന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. മഹാത്രിപുരസുന്ദരി എന്നുള്ളതായിരിക്കുന്ന നാമം ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളിൽ രത്നഭൂതങ്ങളായിരിക്കുന്ന 25 നാമങ്ങളിൽപ്പെട്ടതാണ്. ത്രിപുരസുന്ദരി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഭക്തന് 3 ലോകങ്ങളിലും വിജയം സിദ്ധിക്കുന്നതാണ്. എല്ലാവിധത്തിലുമുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജികളെയും ഇല്ലാതെയാക്കി സർവാകർഷണം പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ഈ ഹോമത്താൽ തന്നെ സകലവിധ അഭീഷ്ടങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട്. സർവസമ്പൽക്കരം നൃണാം സർവസിദ്ധികരം പരം എന്നാണ് പ്രമാണം. ഈ പ്രമാണപ്രകാരം എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സമ്പത്തുക്കളും പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ത്രിപുരസുന്ദരി ക്രിയ ക്ഷണത്തിൽ ഫലം കാണിക്കുന്നതാണ് എന്ന് കാണുന്നു.